എന്താണ് ബാങ്കിങ്? എന്താണ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഡീൽസ് ഇൻ മണി ആൻഡ് ക്രെഡിറ്റ്. ഇറ്റ് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദോസ് ഹു ഹാവ് ഫണ്ട്സ് ടു സ്പെയർ ആൻഡ് ഗ്രാൻഡ് ലോൺസ് ആൻഡ് ദോസ് അഡ്വാൻസസ് ടു ദോസ് ഹു ആർ ഇൻ നീഡ് ഓഫ് ഫണ്ട്സ് ആൻഡ് വേരിയസ് പർപ്പസസ്. അതായത് ബാങ്കിങ് എന്താണെന്ന് നമ്മൾ സിമ്പിളായി പറയുകയാണെങ്കിൽ നമുക്കറിയാം ബാങ്കിങ് എന്താണെന്ന് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പലതരത്തിൽ ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് ബാങ്കിങ്ങിൻ്റെ പ്രഥമ അല്ലെങ്കിൽ പ്രൈമറി ലക്ഷ്യം എന്ന് പറയുന്നത്? അത് ഡെപ്പോസിറ്റ് സ്വീകരിക്കലും മണി ലെൻഡിങ്ങലുമാണ്, അതായത് വായ്പ കൊടുക്കലുമാണ് ബാങ്കിങ്ങിൻ്റെ ഫസ്റ്റ് അല്ലെങ്കിൽ പ്രൈമറി എയിം. എന്തൊക്കെയാണ് ബാങ്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ബിസിനസ് ഇതിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണ് ബാങ്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ ഫോർമേഷൻ, then services to business, reduces the use of currency, mobilization of savings, benefits to rural economy and balanced development of economy. ഇതൊക്കെയാണ് ബാങ്കിങ്ങിൻ്റെ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇതൊക്കെയാണ് ബാങ്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. നമുക്കിനി ഓരോ പോയിന്റും വിശദമായി പരിചയപ്പെടാം. ദ ഫസ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഒരു ബാങ്ക് എങ്ങനെയാണ് ഒരു ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ ഫോർമേഷന് സഹായിക്കുന്നത്? ഉദാഹരണത്തിന് ഞാൻ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എനിക്ക് ക്യാപിറ്റലായി ഞാൻ കണക്കൂട്ടിയിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. എന്നാൽ 6 ലക്ഷം രൂപ മാത്രമേ എനിക്ക് റേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബാക്കി 4 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഞാൻ ബാങ്കിൽ നിന്നും ഒരു ലോൺ എടുക്കുകയാണ്. ആ 4 ലക്ഷം രൂപ എൻ്റെ ക്യാപിറ്റലായി വന്ന് 10 ലക്ഷം രൂപയാവുകയും ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ബാങ്ക് നമ്മളെ ക്യാപിറ്റൽ ഫോം ചെയ്യാൻ സഹായിക്കുന്നു. അതാണ് ക്യാപിറ്റൽ ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സർവീസസ് ടു ബിസിനസ്. എന്തൊക്കെ സർവീസുകളാണ് ഒരു ബാങ്ക് നമ്മുടെ ബിസിനസ്സിന് തരുന്നത്? ഒരു ബാങ്ക് നമ്മുടെ ബിസിനസ്സിന് പലതരത്തിലുള്ള സർവീസുകൾ തരുന്നുണ്ട്. ഉദാഹരണത്തിന് ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ഫിനാൻസ് തരുന്നുണ്ട്, റെമിറ്റൻസ് ഓഫ് മണി അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ചെക്ക്. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്ട്സിന് നമുക്ക് ചിലപ്പോൾ നമ്മുടെ സപ്ലയേഴ്സ് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് നമുക്ക് ചെക്കായിട്ടായിരിക്കും തരുന്നത്. ഈ ചെക്ക് ബാങ്ക് നമുക്ക് വേണ്ടി മാറി തരും, ക്യാഷായി നമുക്ക് എടുക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ ബാങ്ക് നമ്മുടെ ബിസിനസ് ചെയ്യുന്ന സർവീസുകളാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് റെഡ്യൂസസ് ദ യൂസ് ഓഫ് കറൻസി. നമുക്കറിയാം ഒരു ബിസിനസ് നമുക്ക് എപ്പോഴും ഫുൾ ടൈം ലിക്വിഡ് ക്യാഷ് നമുക്ക് ഒരു ബിസിനസ്സിന് എപ്പോഴും പ്രാവർത്തികമാക്കുന്ന കാര്യമല്ല. നമുക്കത് മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ നമുക്കത് ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ദൂരെയുള്ള ഒരാൾക്ക് കൊടുക്കാൻ നമുക്കത് ഇവിടുന്ന് ലിക്വിഡ് ക്യാഷ് കൊണ്ട് മറ്റൊരാൾ വ്യക്തിക്ക് നമുക്ക് കൊടുക്കുക എന്ന ഒരു പ്രാവർത്തികമായ ഒരു സംഗതിയല്ല. അതിന് നമുക്ക് ബാങ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് റെഡ്യൂസസ് ദ യൂസ് ഓഫ് കറൻസി. അതായത് നമ്മുടെ അക്കൗണ്ടിലൂടെ നമുക്ക് വേണ്ടി ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ചെക്ക് തുടങ്ങിയവ കറൻസി, അതായത് ഇലക്ട്രോണിക് ഫോമിലൊക്കെ നമുക്ക് കാർഡ്, പ്ലാസ്റ്റിക് കാർഡ്, ക്രെഡിറ്റ് കാർഡിന് നമ്മൾ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിന് നമ്മൾ പ്ലാസ്റ്റിക് കാർഡ്സ് ഉപയോഗിച്ച് നമുക്ക് കറൻസി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു. അതാണ് റെഡ്യൂസസ് ദ യൂസ് ഓഫ് കറൻസി എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. ബാങ്ക് ഒരു ബിസിനസ്സിൻ്റെ സേവിങ്സ് മൊബിലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. എങ്ങനെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ ബാങ്ക് അലൗ സേവിങ്സ് ടു ബി ഡെപ്പോസിറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. നമുക്കറിയാം ഒരു ബാങ്കിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള അക്കൗണ്ടുകളുണ്ട്. അതായത് ഉദാഹരണത്തിന് സേവിങ്സ് അക്കൗണ്ട്, ഒരു വ്യക്തി തുടങ്ങുന്ന സേവിങ്സ് അക്കൗണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സിൻ്റെ പേരിൽ തുടങ്ങുന്ന കറണ്ട് അക്കൗണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, അങ്ങനെ പലതരത്തിലുള്ള അക്കൗണ്ടുകളുണ്ട്. ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ വിഡ്രോ അല്ലെങ്കിൽ നമുക്ക് ലോൺ ഉള്ളവയ്ക്ക് വേണ്ടിയുള്ളവയാണെങ്കിലും ഇതിന് പലതരത്തിലുള്ള ഇൻട്രസ്റ്റുകളാണ് ബാങ്ക് ചാർജ് ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യമനുസരിച്ച് അക്കൗണ്ടിലൂടെ നമുക്ക് പണം പിൻവലിക്കുകയോ നിക്ഷേപിക്കുകയോ ചെയ്യാം. അതാണ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ് ബെനിഫിറ്റ്സ് ടു റൂറൽ എക്കോണമി. ഒരു ബാങ്ക് എങ്ങനെയാണ് ബിസിനസ് അല്ലെങ്കിൽ റൂറൽ എക്കോണമി എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. Rural branches of a bank plays a useful role in mobilizing the savings in rural area and provide loans to farmers and artisans at concessional rates and priority basis. അതായത് നമുക്കറിയാം റൂറൽ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിൽ ബാങ്കുകൾക്ക് ബ്രാഞ്ചസ് ഉണ്ടാകും. ബാങ്കുകൾ എന്ന് പറയുന്നത് ഒരിക്കലും അർബൻ ഏരിയാസ് മാത്രമല്ല, ഗ്രാമീണ മേഖലകളിലും ബ്രാഞ്ചസ് ഉണ്ടാകും. ആ ഗ്രാമീണ മേഖലയിലുള്ള ബാങ്കുകൾ അല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ ബ്രാഞ്ചുകൾ അതാത് സ്ഥലത്തെ കൃഷിക്കാരനോ അല്ലെങ്കിൽ പാരമ്പര്യ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്കോ ലോണുകൾ നൽകുകയും അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതാണ് ബെനിഫിറ്റ്സ് ടു റൂറൽ എക്കോണമി എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ബാലൻസ്ഡ് ഡെവലപ്മെന്റ് ഓഫ് എക്കോണമി. എന്താണ് ബാലൻസ്ഡ് ഡെവലപ്മെന്റ് ഓഫ് എക്കോണമി? ബാലൻസ്ഡ് ഡെവലപ്മെന്റ് ഓഫ് എക്കോണമി എന്ന് പറയുന്നത് നമുക്കറിയാം നേരത്തെ പോയിന്റിൽ പറഞ്ഞ പോലെ റൂറൽ എക്കോണമിയിലുള്ള കർഷകർക്കോ അല്ലെങ്കിൽ പാരമ്പര്യ തൊഴിൽ ചെയ്യുന്നവർക്കോ ലോൺ നൽകുന്നതിലൂടെ അവരുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുകയും അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുകയും അത് ആ എക്കോണമി ചുറ്റുമുള്ള ആൾക്കാരെ തന്നെ ജീവിത സാഹചര്യം ഉയർത്തുകയും ചെയ്യുന്നു. അതിന് ബാലൻസ്ഡ് ഡെവലപ്മെന്റ് ഓഫ് എക്കോണമി എന്ന് പറയുന്നു. ഇതൊക്കെയാണ് ബാങ്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. നമുക്കിനി എന്തെല്ലാം തരം ബാങ്കുകൾ ഉണ്ടെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ബാങ്ക്സ്. ബാങ്കുകൾ നമ്മൾ പൊതുവായി 5ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, സെക്കൻഡ് വൺ ഈസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, നെക്സ്റ്റ് വൺ ഈസ് ഡെവലപ്മെന്റ് ബാങ്ക്സ്, fourth one is specialized banks, and fifth one is central bank.
സോ പലതരത്തിലുള്ള ബാങ്കുകൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം പ്രൈമറി എയിം ഒന്ന് തന്നെയാണ്, അതായത് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ വിഡ്രോ ഓഫ് മണി. സോ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. Commercial banks are banking institutions that accept deposit from the public and grant short-term or long-term loans. So commercial bank എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും ലോൺ ആവശ്യമുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് പലിശ ഈടാക്കി ലോൺ നൽകുകയും ചെയ്യുന്നു. ഇതേ ഡെപ്പോസിറ്റ് പലിശ ഈടാക്കി മറ്റ് സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് നൽകുകയും ചെയ്യുന്നു. സോ അതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ നമ്മൾ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്, സെക്കൻഡ് വൺ ഈസ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആൻഡ് തേർഡ് വൺ ഈസ് ഫോറിൻ ബാങ്ക്. സോ എന്താണ് ഈ പബ്ലിക് സെക്ടർ ബാങ്ക്? മജോറിറ്റി ഓഫ് ഷെയർ, അതായത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ 51% അതിലധികമോ ഷെയറുള്ള ബാങ്കുകളെ നമ്മൾ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നു. ഈ ബാങ്കുകൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ബോഡി ആൾക്കാരാണ് ഈ ബാങ്കിനെ നോക്കി നടത്തുന്നത്. സോ അതാണ് പബ്ലിക് സെക്ടർ ബാങ്ക്. നമുക്ക് പബ്ലിക് സെക്ടർ ബാങ്കിന് ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ, സിൻഡിക്കേറ്റ് ബാങ്ക്, ഇതൊക്കെ പബ്ലിക് സെക്ടർ ബാങ്ക്സിൻ്റെ കീഴിൽ വരുന്ന ബാങ്കുകളാണ്. സോ ദ നെക്സ്റ്റ് വൺ, കൊമേഴ്ഷ്യൽ ബാങ്കിലെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. എന്താണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്? മജോറിറ്റി ഓഫ് ഷെയർ അല്ലെങ്കിൽ 51% അതിൽ മുകളിലോ ഷെയറുകൾ പ്രൈവറ്റ് വ്യക്തികളുടെയോ അല്ലെങ്കിൽ ബിസിനസ്സുകളുടെ കയ്യിലോ ഉള്ള ബാങ്കുകളെ നമ്മൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നു. ഉദാഹരണത്തിന് ICICI ബാങ്ക്, കൊഡാക് ബാങ്ക്, HDFC ബാങ്ക്, ഇതൊക്കെ പ്രൈവറ്റ് സെക്ടർ ബാങ്കിൻ്റെ ഉദാഹരണങ്ങളാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഫോറിൻ ബാങ്ക്. എന്താണ് ഫോറിൻ ബാങ്ക്? ദ ബാങ്ക്സ് ദാറ്റ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ഫോറിൻ കൺട്രീസ് ആൻഡ് ഓപ്പറേറ്റ് ദ ബ്രാഞ്ചസ് ഇൻ അവർ കൺട്രി. അതായത് മറ്റു രാജ്യങ്ങൾ ഹെഡ് ഓഫീസും ഉണ്ടാവുകയും അവിടെ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ബാങ്കുകൾ നമ്മുടെ രാജ്യത്ത് വന്ന് ബ്രാഞ്ച് തുടങ്ങി ഓപ്പറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഫോറിൻ ബാങ്ക്സ് എന്ന് പറയുന്നു. ഉദാഹരണത്തിന് അമേരിക്കൻ സ്റ്റാൻഡേർഡ് എക്സ്പ്രസ് ബാങ്ക്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, DBS ബാങ്ക് തുടങ്ങിയവ ഫോറിൻ ബാങ്കുകളുടെ എക്സാമ്പിൾസ് ആണ്. സോ ടൈപ്സ് ഓഫ് ബാങ്കിൽ നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് കോപ്പറേറ്റീവ് ബാങ്ക്സ്. എന്താണ് കോപ്പറേറ്റീവ് ബാങ്ക്സ്? നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ധാരാളം കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കിങ് പോലെ തന്നെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ വിഡ്രോ ഫെസിലിറ്റി ചെയ്യുന്ന ഇത് നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നു. കോപ്പറേറ്റീവ് ബാങ്ക്സ് മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. സോ ടൈപ്സ് ഓഫ് ബാങ്കിൽ നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നതാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. എന്താണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്? ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് പ്രൊവൈഡ് മീഡിയം ആൻഡ് ലോങ് ടേം ലോൺസ് ടു ഇൻഡസ്ട്രി. അതായത് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അതേ എയിമോടുകൂടി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ നമ്മൾ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നു. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് ബിസിനസ് ഏറ്റവും കൂടുതൽ വളരാൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് വളരെ സഹായകരമായിരുന്നു. സോ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ ഉദാഹരണം എന്ന് നമ്മൾ പറയുന്നത് IFCI, IDBI, SFC. ഇനി എന്താണ് IFCI? ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. IDBI എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. SFC എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. സോ ഇതൊക്കെ ഇന്ത്യയിലുള്ള വിവിധതരം ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ്. ഇതൊക്കെ ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ലോങ് ടേം ലോൺസ് തന്ന് നമ്മളെ സഹായിക്കുന്നു. സോ നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ആണ്. സോ എന്താണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ്? There are some banks which engage themselves in some specific area or activity. So they are called specialized banks. Specialized banks എന്ന് പറയുന്നത് ചില സ്പെസിഫിക് ഏരിയകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റികൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ലോൺ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ട സേവനങ്ങൾ ചെയ്യുന്ന ബാങ്കുകളെ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയുന്നു. ഉദാഹരണത്തിന് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. സോ അതാണ് എക്സിം എന്ന് പറയുന്നത്. എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ലോൺ കൊടുത്ത് അവയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ലോൺ കൊടുക്കുന്ന അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന ബാങ്കാണ് എക്സിം ബാങ്ക്. അടുത്തത് സിഡ്ബി എന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ചെറുകിട വ്യവസായങ്ങൾക്ക് ലോൺ നൽകി അവയെ വളർത്തുവാൻ വേണ്ടി അതിൽ ഫോക്കസ് ചെയ്യുന്ന ബാങ്കാണ് സിഡ്ബി എന്ന് പറയുന്നത്. സോ മൂന്നാമത്തെ ബാങ്ക് കാറ്റഗറി എന്ന് പറയുന്നത് നബാർഡ്. എന്താണ് നബാർഡ്? നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. കാർഷിക വിളകൾക്ക് അല്ലെ കർഷകന് കാർഷിക സഹായമായ ലോണുകൾ നൽകി അവയെ പരിപോഷിപ്പിക്കുന്ന ബാങ്കിന് നബാർഡ് എന്ന് പറയുന്നു. സോ ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ബാങ്ക് ഈസ് സെൻട്രൽ ബാങ്ക്. എന്താണ് സെൻട്രൽ ബാങ്ക്? സോ എല്ലാ രാജ്യത്തിനും ഓരോ സെൻട്രൽ ബാങ്ക് ഉണ്ടാവും. നമുക്കറിയാം ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നമ്മൾ ബാങ്കേഴ്സ് ബാങ്ക് എന്ന് വിളിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ
പ്രവർത്തനങ്ങൾ മറ്റു ബാങ്കുകളുടെ, അതായത് മറ്റു ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക, അവയെ നിയന്ത്രിക്കുക തുടങ്ങിയവയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരിക്കലും നേരിട്ട് കസ്റ്റമറുമായി ഇടപെടുന്നില്ല. മറ്റു ബാങ്കുകൾ എത്ര ശതമാനം പലിശയ്ക്ക് ലോൺ കൊടുക്കണം, അല്ലെങ്കിൽ എത്ര ശതമാനം പലിശ ഡെപ്പോസിറ്റിന് കൊടുക്കണം തുടങ്ങി മോണിറ്ററി പോളിസികൾ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അത് നിർമ്മിക്കുക തുടങ്ങിയവയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം.